ഫോറൻസിക് മെഡിസിനിൽ നമ്മുടെ ഈ ഓട്ടോപ്സി അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് മലയാളത്തിൽ നല്ല രീതിയിലൊരു യൂട്യൂബ് ചാനൽ പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് ചാനലിൻ്റെ ബ്രേവ് ടി വി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനലിൻ്റെ ഒരു പരിഭാഷ മാറ്റി മലയാളത്തിലേക്ക് മാറ്റി എടുത്തൊരു വീഡിയോ ആണത്. ആ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ തന്നെ വീഡിയോ ആണ്, അനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്കാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ മലയാളത്തിലെ വീഡിയോ കാണുന്നത്. സോ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചു നോക്കിയപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോ ആണ്, വളരെ നല്ല രീതിയിലുള്ള വീഡിയോ ആണെന്നൊക്കെ ഒരുപാട് കമൻറ്റ് അതിനകത്ത് കണ്ടു. സോ ശരിക്കും അതിനകത്ത് കുറച്ച് തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു ബോഡി, ഇപ്പോൾ ഒരാൾ മരിച്ച അയാളുടെ ബോഡി ഹോസ്പിറ്റലിൽ പോലീസ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കൈ മുറിക്കുകയോ അല്ലെങ്കിൽ സ്കിൻ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഓരോ കേസുകൾക്കും അതിൻ്റേതായ രീതിയുണ്ട്, അങ്ങനെ എടുക്കത്തുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ എക്സ്റേ എടുക്കുന്ന കാര്യമാണ്. ശരിക്കും എക്സ്റേ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബുള്ളറ്റ് ഇഞ്ചുറീസ് മാത്രമേ ഇപ്പം ഇവിടെ കേരളത്തിൽ എക്സ്റേ എടുക്കുന്നുള്ളൂ. ബേസിക്കലി മറ്റ് കേസുകൾ ചെയ്യേണ്ട ആവശ്യം കേരളത്തിലില്ല. കാരണം നമുക്ക് ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകണക്ക് തന്നെ ഇതൊക്കെ എക്സ്റേ എടുക്കണമെങ്കിൽ വേറെ എക്സ്റേ ഒക്കെ വേണം. അതിനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊന്നും കേരളത്തിൽ ഇതുവരെ ആയിട്ടില്ല. മറ്റിപ്പോൾ എയിംസിലൊക്കെ ആണെങ്കിൽ ഫുൾ ബോഡി നമ്മൾ ഒരു ഇൻസിഷൻ പോലും ചെയ്യാതെ ജസ്റ്റ് CT MRI എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു ഔട്ട്സൈഡുള്ള സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. ആ രീതിയിൽ വരെ ശരിക്കും ടെക്നോളജി എത്തിക്കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. ഭാവിയിൽ വരുമായിരിക്കും. അതൊക്കെ ഭാവിയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കും. സോ അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസിഷനും കാര്യങ്ങളും അതിൽ ആ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. പിന്നെ ഓർഗൻ പുറത്തെടുത്ത് വെയിറ്റ് നോക്കി അതിനെ ഡിസെക്ട് ചെയ്ത് അതിനാവശ്യമുള്ള ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി പല ലാബുകളിലേക്ക് അയക്കുന്നു. ശരിയാണ്, എല്ലാം കറക്റ്റാണ്. അതിനുശേഷം ബ്രെയിൻ എടുക്കുന്നു. അതിനുശേഷം ഇതിനെ ബേസ്ബോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത് ബേസ്ബോൾ കാണുന്ന സ്റ്റിച്ചില്ല, അത് കണക്ക് ഒരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആയിരിക്കും ഇതിനെ അവസാനം ചെയ്യുന്നത്, എല്ലാം ഓർഗനും അകത്ത് വെച്ചതിന് ശേഷം. സോ ഇത് കറക്റ്റ് തന്നെയാണ്, ഇത് തന്നെയാണ് അതിൽ നടക്കുന്നത്. സോ ഇതാണ് ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ആകത്തെ ഒരു പിക്ചർ. ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്പിങ്സ് ഞാനിവിടെ ഇട്ടേക്കാം, കാരണം കാണാൻ വേണ്ടി.